കൃഷിവകുപ്പിന് കീഴിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിയമനം നടത്തിയതിന്റെ രേഖകൾ പുറത്തുവന്നു. PM ശ്രീ പദ്ധതിയിലെ എതിർപ്പ് തുടരുന്നതിനിടെയാണ് മന്ത്രി പി പ്രസാദ് പ്രൊഫസർ നിയമനത്തിന് അംഗീകാരം നൽകിയത്. PM ശ്രീ പദ്ധതി വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കാൻ CPIക്ക് യോഗ്യതയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP മീഡിയ വണിനോട് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്ന നിലയിലാണ് PM ശ്രീ പദ്ധതിയെ CPI ശക്തമായി എതിർക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മന്ത്രി പി പ്രസാദാണ് മന്ത്രിസഭയിൽ ആദ്യം എതിർപ്പറിയിച്ചത്. എന്നാൽ പി പ്രസാദിന്റെ കീഴിലെ കാർഷിക സർവകലാശാലയ്ക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് എതിർപ്പുണ്ടായില്ല. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലേക്കാണ് CPIയുടെ വകുപ്പിൽ നിയമനം നടത്തിയത്. വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കാതെ 4 വർഷത്തെ കരാർ വ്യവസ്ഥയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനത്തിനാണ് വകുപ്പ് അംഗീകാരം നൽകിയത്. 2023 ജൂണിൽ തന്നെ ഇതിനായി നോട്ടിഫിക്കേഷൻ ഇറക്കി. 2024 ഫെബ്രുവരിയിൽ ഇതിൽ നിയമനവും നടത്തി. 15 വർഷം കാർഷിക മേഖലയിൽ പ്രവൃത്തി പരിചയമുണ്ടായാൽ ആരെയും പ്രൊഫസറായി നിയമിക്കാം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പ് തുടരുന്നതിനിടെയാണ് CPI വകുപ്പിന് കീഴിൽ ഇത്തരമൊരു നിയമനം നടത്തിയത്. PM ശ്രീ പദ്ധതി വിഷയത്തിൽ എതിർപ്പുന്നയിക്കാൻ CPIക്ക് യോഗ്യതയില്ല എന്ന് CPM നേതാവ് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. എന്നാണ് ഈ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത്? അന്ന് ആരാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വിദ്വാന്മാർ? ഇന്ന് ഏറ്റവും കൂടുതൽ വേളം ഉണ്ടാക്കുന്ന CPI എവിടെയായിരുന്നു? അന്ന് തുടങ്ങിയല്ലേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വിരകി തുടങ്ങിയത്? മീഡിയ വൺ പോഡ്കാസ്റ്റ് 1 സ്റ്റോറിയിലാണ് ബ്രിട്ടാസിന്റെ പ്രതികരണം. ദുബായ് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ, തിരുവനന്തപുരം.